അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ടൗണിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം മാറി പേഴുമൂട് ജംഗ്ഷൻ അടുത്തായിട്ട് പേഴുമൂട് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാത്രം മാറിയുള്ള 50 സെന്റ് മനോഹരമായ പ്ലോട്ടാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ആ സ്ഥലത്തേക്ക് പോവാം. ഈ മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ 50 സെന്റ് പ്ലോട്ട് ഉള്ളത്. ഇത് കാട്ടാക്കട പേഴുമൂട് ആര്യനാട് റോഡാണ്. ആര്യനാടേക്ക് പോകുന്ന എളുപ്പ റോഡാണ് ഈ റോഡ്. പേഴുമൂട്, അതായത് നമ്മളെ ഈ പ്ലോട്ടിൽ നിന്ന് കള്ളോട് ലൂർദ് മാത എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന റോഡാണിത്. അതായത് ഒരു സൈഡ് മെയിൻ റോഡും ഒരു സൈഡ് ബൈ റോഡ്. ബൈ റോഡ് വെച്ചാൽ ഈ ലൂർദ് മാത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അവിടെ പോകുന്നതിനുള്ള എളുപ്പ റോഡാണിത്. അപ്പോൾ ഈ റോഡിൽ, അതായത് ഈ കള്ളോട് കള്ളോടിലേക്കുള്ള കള്ളോട് ലൂർദ് മാതാ കോളേജിലേക്കുള്ള ഈ ബൈ റോഡ്, പേഴുമൂട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ റോഡിൽ 35 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജുള്ള അതിമനോഹരമായ ഭൂമിയാണിത്. ഈ കാണുന്നത് ഇതൊരു എൻഡാണ്. ഈ വസ്തുവിൻ്റെ ഒരു എൻഡാണ് ഈ കാണുന്നത്. മനോഹരമായ രീതിയിൽ കല്ലൊക്കെ നല്ലവണ്ണം അടുക്കിയിട്ടുണ്ട്. ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത ശുദ്ധവായു, യാതൊരുവിധ മലിനീകരണങ്ങളും ഇവിടെ ഇല്ല. അത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. ചുറ്റുപാട് നിറയെ വീടുകളുണ്ട്. കാരണം വെച്ചാൽ ഈ കള്ളോട് പോകുന്ന ഈ റോഡിലും ലൂർദ് മാതാ കോളേജിലേക്ക് പോകുന്ന ഈ ബൈ റോഡിലും നിരവധി വീടുകളുണ്ട്. മെയിൻ റോഡ് ആര്യനാട് പോകുന്ന ഈ മെയിൻ റോഡിലും നിരവധി വീടുകൾ, മനോഹരമായ നിരവധി വീടുകളുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചാൽ ഈ ഭൂമിയുടെ പ്രത്യേകത വെച്ചാൽ നല്ല ഉറപ്പാണ്. ഇത് മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ അല്ലെങ്കിൽ ചെളിക്കെട്ടുണ്ടാവുന്നോ അങ്ങനെയുള്ള യാതൊരു ഭയവും വേണ്ട. ഉറച്ച ഭൂമി തന്നെയാണ്, നല്ല ഉറച്ച ഭൂമി തന്നെയാണിത്. നല്ല കരഭൂമിയാണ്. ഏതൊരുവിധ പർപ്പസിനും, അതായത് ശരിക്കും പറഞ്ഞാൽ എന്ത് ബിൽഡിങ്ങും ഏതൊരുവിധ നല്ല പ്രവൃത്തിക്കും പറ്റിയ ഒരു പ്ലോട്ട് തന്നെയാണിത്. ഇത് മൊത്തത്തിൽ 50 സെൻറ്റ് സ്ഥലമാണ്. ഇതിനെ പ്ലോട്ടുകളായിട്ടും ഉടമ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലോട്ടായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ഇത് വിൽക്കാൻ തയ്യാറാണ്, അല്ല ഒരുമിച്ചും വിൽക്കാൻ വേണ്ടി തയ്യാറാണ്. എന്തായാലും ഉടൻ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. ഈ പ്ലോട്ടിൻ്റെ ചുറ്റും നിരവധി ആരാധനാലയങ്ങൾ, എടുത്തു പറയാൻ വേണ്ടി മുസ്ലിം പള്ളികൾ, ധാരാളം മുസ്ലിം പള്ളികളുണ്ട്. അപ്പുറത്ത് തന്നെ അമ്പലങ്ങളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഈ സൈഡിലോട്ട് പോയാലും ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ, സർവ്വമത ആരാധനാലയങ്ങളെല്ലാം ധാരാളമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ, ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ അതാണല്ലോ ഏറ്റവും പ്രധാനം, ഗതാഗത സൗകര്യങ്ങളും പിന്നെ വിദ്യാഭ്യാസവും. ശരിക്കും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ രീതിയിലുള്ള നിരവധി സ്കൂളുകൾ, തൊട്ടപ്പുറത്ത് തന്നെ LP സ്കൂള്, പ്രീ പ്രൈമറി സ്കൂള്, പിന്നെ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ. പരുത്തിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ പോകാൻ വേണ്ടി 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പരുത്തിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിച്ചല് പോകാൻ വേണ്ടി അത്ര ദൂരം മാത്രമേ ഉള്ളൂ, വളരെ അടുത്താണ്. അതുപോലെ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആര്യനാട് ഹയർ സെക്കൻഡറി സ്കൂളാണ്. തൊട്ടപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പൂവച്ചൽ
ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂള്. പിന്നെ ഒരു 6 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സാരാഫ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റുള്ള ഷോപ്പുകൾ. ഈ പേഴുമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഇതാണ് ആര്യനാടേക്കുള്ള റോഡാണ്. പേഴുമൂട് ആര്യനാട് എളുപ്പത്തിലെത്താനുള്ള കാട്ടാക്കടയിൽ നിന്ന് നമുക്ക് കാട്ടാക്കട ടൗണിൽ നിന്ന് എളുപ്പത്തിന് ആര്യനാട് പോകാനുള്ള ഒരു റോഡാണിത്. പേഴുമൂട് പള്ളിവേട്ട റോഡ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ITI ഉണ്ട്, ഗവൺമെൻറ് ITI ഉണ്ട് പള്ളിവേട്ട. ഇവിടെ തൊട്ടടുത്താണ് AKM LPS സ്കൂളുണ്ട്, വിദ്യാമൗണ്ട് സ്കൂളുണ്ട്. ഇവിടെ നിന്ന് കാട്ടാക്കടയ്ക്ക് പോകാൻ 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ, നേരത്തെ ഞാൻ പറഞ്ഞു. അതുപോലെ ആര്യനാട് പോകാനായിട്ട് 3 കിലോമീറ്റർ ദൂരമാണ്. കുറ്റിച്ചൽ ടൗണിലേക്ക് പോകാനായിട്ട് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആര്യനാട്, കുറ്റിച്ചൽ, കാട്ടാക്കട ഈ 3 ടൗണുകളുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഈ പേഴുമൂട്. നമ്മുടെ ഈ വസ്തു കിടക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും, ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. കയ്യെത്തും ദൂരത്ത് തന്നെ സ്കൂളുകളും മറ്റ് നിരവധി ആരാധനാലയങ്ങളും എല്ലാം, ഷോപ്പുകൾ ഉൾപ്പെടെ എല്ലാം കിട്ടുന്ന, എല്ലാം ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഈ മനോഹരമായ 50 സെൻറ്റ് സ്ഥലം. ഇത് ഈ വസ്തുവിൻ്റെ മറ്റൊരു സൈഡാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എൻഡിലാണ്. ഇത് ഇവിടെയാണ്. ഇങ്ങനെ വരും, ഈ എൻഡ് ഇങ്ങനെ വരും. ഇതങ്ങ് റോഡിലോട്ട് പോകും, മെയിൻ റോഡിലോട്ട്. ഇതിപ്പോൾ നിലവിൽ 7 മൂട് തെങ്ങുകളുണ്ട്. ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് ഈ വസ്തു സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വിശാലമായ രീതിയിലുണ്ട്, വിശാലമായ രീതിയിൽ. വേറൊരു പ്രത്യേകത, ഈ ഭൂമിയുടെ ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ സൈഡിലും മുള്ളുവേലി ചെയ്തിട്ടുണ്ട്. മുള്ളുവേലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലവണ്ണം തിരിച്ചിട്ടിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. പിന്നെ ഈ വസ്തുവിൻ്റെ സെൻറ്ററിലൂടെ ഒരു വഴി, വാതിൽക്ക് പോകാനൊരു വഴിയുണ്ട്. ശരിക്കും നമ്മൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളെ ഈ ഭൂമി നല്ല ഉറച്ച ഭൂമി ആണ് എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ ഈ ചുറ്റുപാടുള്ള വീടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ തൊട്ടപ്പുറത്ത് റബ്ബറാണ്. ഇങ്ങോട്ട് ഈ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ കാണുമ്പോൾ, അതായത് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു വേറെ പ്രത്യേകത കിട്ടോ, നല്ല ഉറച്ച ഭൂമി തന്നെയാണ്. അത് വേറെ കാര്യം വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ടെൻഷൻ കാണും. നമ്മൾ വാങ്ങുന്ന ഭൂമി എങ്ങനെയായിരിക്കും, ഈ കിണറൊക്കെ കുഴിക്കാൻ പറ്റിയ ഭൂമി ആയിരിക്കുമോ? അപ്പോൾ നമുക്കിത് നേരിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം. കാരണം വെച്ചാൽ ഇത് ഇവിടെ എവിടെ കിണർ കുഴിച്ചാലും നല്ല വെള്ളം കിട്ടും. ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ധാരാളം വെള്ളമുള്ള കിണറുകളാണ്. മാത്രമല്ല ഇത് ഉറച്ച ഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ബിൽഡിങ്ങും ഇവിടെ നമുക്ക് കെട്ടാൻ കഴിയും. കാരണം വെച്ചാൽ ഏത് നല്ല പ്രവർത്തിക്കാൻ പറ്റിയൊരു ഭൂമി തന്നെയാണിത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ മഴ പെയ്താൽ വെള്ളം കിട്ടുമെന്നോ ചെളി കെട്ടുമോ എന്നുള്ള ഭയമൊന്നും വേണ്ട. നല്ല ഉറച്ച നല്ല കരഭൂമി തന്നെയാണ് ഈ കാണുന്ന 50 സെൻറ്റ്. ഈ ഭൂമി മൊത്തം എല്ലാ ഭൂമികളും ഇങ്ങനെ തന്നെയാണ്. ഈ ഏരിയ മൊത്തത്തിൽ നല്ല ഉറച്ച ഭൂമി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമി 50 സെൻറ്റ് ഒരുമിച്ചായി കൊടുക്കും. പിന്നെ പ്ലോട്ടുകളായും തിരിച്ചു കൊടുക്കാൻ ഉടമ തയ്യാറാണ്. യൂട്യൂബിൽ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ 50 സെൻറ്റ് പ്ലോട്ട്. ഇത് പേഴുമൂട്ടിൽ നിന്നും എളുപ്പ വഴിക്ക് പിന്നെ ആര്യനാട് പോകാനുള്ള ഒരു റോഡാണ്. അതിൻ്റെ ഒരു റോഡ് ഇവിടെ കല്ലുവരമ്പ് ഒരു കുറ്റിച്ചൽ ലൂർദ് മാതാ കോളേജിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ധാരാളം ആരാധനാലയങ്ങളും പിന്നെ മത്സ്യ മാർക്കറ്റുകളും എല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. വീട് വയ്ക്കുന്നതിനും പ്ലോട്ടുകളായി തരംതിരിച്ച് കൊടുക്കുന്നതിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഇത് ജെനുവിൻ ബയേഴ്സിന് ഇത് പിന്നെ വിലയ്ക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥലം നിങ്ങളൊരു വീട് വയ്ക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥലമായിരിക്കും ഈ ഒരു സ്ഥലം.
എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് നല്ല ഈ ഒരു സൈഡ് റോഡും ആ ഒരു ഇതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വീട് അതേ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് നല്ല ഡിസൈനായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മനോഹരമായ ടൗണുകളിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള 3 ടൗണുകൾക്ക് നടുവിലുള്ള കാട്ടാക്കട, ആര്യനാട്, കുറ്റിച്ചൽ, പിന്നെ പൂവച്ചൽ, പേഴമൂട്, ഈ ജംഗ്ഷനിലൊക്കെ ഇതിൻ്റെയൊക്കെ നടുവിലുള്ള അതിമനോഹരമായ ഇത്രയും ഉറച്ച കരഭൂമി, എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കരഭൂമി മൊത്തം 50 സെൻറ്റ് ഉണ്ട്. ഇത് പ്ലോട്ടുകളായിട്ടും വിൽക്കും. പിന്നെ ഇതിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് 2,60,000 രൂപയാണ്. 2,60,000 രൂപ മാത്രമാണ്. എന്നാൽ ഇത് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് വില കുറച്ച് കിട്ടും. ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 2,20,000 രൂപയ്ക്ക്, സെൻറ്റിന് 2,20,000 രൂപയ്ക്ക് വിൽക്കാൻ ഉടമ തയ്യാറാണ്. പ്ലോട്ടുകളായിട്ട് വാങ്ങുകയാണെങ്കിൽ 2,60,000, ഇല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ 2,20,000 രൂപയ്ക്ക് ഉടൻ വിൽപ്പനയ്ക്കാണ് എല്ലാ സംവിധാനങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. ഉടമയായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ സാധിക്കും. ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ.